പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും കിടിലൻ സമയം എന്ന് വേണം പറയാൻ. ഈ നക്ഷത്ര ജാതകർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പോയ സമയങ്ങളെ വെച്ച് നോക്കിയാൽ ഇനി വരാനിരിക്കുന്നത് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. 2-ൽ കുജൻ, വ്യാഴം, 4-ൽ ആദിത്യൻ, 5-ൽ ബുധൻ, ശുക്രൻ, 6-ൽ കേതു, 11-ൽ ശനി, 12-ൽ രാഹു. ഇതാണ് ഗ്രഹനില. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും. സുഖകാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് ഉള്ള ബുദ്ധിമുട്ടുകൾ മാറി സാഹചര്യങ്ങൾ അനുകൂലമാകും. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. വീട്ടിലെ കലഹം നിറഞ്ഞ അന്തരീക്ഷം മാറിവരും. അവിചാരിതമായ ചില ധനാഗമങ്ങൾ ഉണ്ടാകും. ഉത്കൃഷ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. ആത്മീയമായ അറിവുകൾ ലഭിക്കാൻ ഇടയുണ്ട്. ഔദാര്യവും ഗർവും ഉണ്ടാകും. ചില പാപകർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടതായിട്ട് വരും. നീർക്കെട്ട്, മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷനിവാരണാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾപ്പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ വ്യാഴം, കുജൻ, 3-ൽ ആദിത്യൻ, 4-ൽ ബുധൻ, ശുക്രൻ, 5-ൽ കേതു, 10-ൽ ശനി, 11-ൽ രാഹു. ഇതാണ് ഗ്രഹനില. ഉറപ്പുള്ള ബന്ധുക്കൾ ഉണ്ടാകാനും അവരിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. മനസ്വസ്ഥത വർദ്ധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സ്ഥാനക്കയറ്റം ലഭിക്കും. ധനാഗമങ്ങൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമായി. പുതിയ വീടിനായിട്ട് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. ശരീരക്ഷീണം കുറഞ്ഞ് ആരോഗ്യപരമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും. കർണരോഗം ശമനം കണ്ടു തുടങ്ങും. ബന്ധുക്കൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കും. കാര്യങ്ങളുടെ വരവ് വെക്കൽ മുൻകൂട്ടി കാണാത്തത് മൂലം ചില അബദ്ധങ്ങൾക്ക് ഇടയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് തൊഴിലിനായിട്ട് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. ദോഷനിവാരണാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. 2-ൽ ആദിത്യൻ, 3-ൽ ബുധൻ, ശുക്രൻ, 4-ൽ കേതു, 9-ൽ ശനി, 10-ൽ രാഹു, 12-ൽ ആദിത്യൻ, വ്യാഴം. ഇതാണ് ഗ്രഹനില. അതുകൊണ്ട് തന്നെ ധനനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ വഞ്ചനയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിലെ അസ്വസ്ഥതകൾ മാറിത്തുടങ്ങും. പോലീസ് കേസുകളിലും മറ്റും പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. നല്ല കർമ്മങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും.
ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. വീട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ നല്ല സമയമാണ്. നേത്രരോഗം ശ്രദ്ധിക്കണം. തൊഴിൽ ഇടങ്ങളിൽ സമാധാനം ഉണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും. ദോഷനിവാരണാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ ആദിത്യൻ, 2-ൽ ബുധൻ, ശുക്രൻ, 3-ൽ കേതു, അഷ്ടമത്തിൽ ശനി, 9-ൽ രാഹു, 11-ൽ കുജൻ, വ്യാഴം. ഇതാണ് ഗ്രഹനില. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. ശരീരക്ലേശങ്ങൾ മാറിത്തുടങ്ങും. വഴിയാത്രകൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ധനസമൃദ്ധി പ്രതീക്ഷിക്കാം. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. അർശോരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ അവസരങ്ങളുണ്ട്. സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളുമായിട്ട് ശത്രുതയിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും. അച്ഛനുമായിട്ടുള്ള കലഹം പരിധി വിടാതെ ശ്രദ്ധിക്കണം. അക്ഷമ കുറഞ്ഞു തുടങ്ങും. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ട് വരും. ദോഷനിവാരണാർത്ഥം ശിവങ്കൽ ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ ബുധൻ, ശുക്രൻ, 2-ൽ കേതു, 7-ൽ ശനി, അഷ്ടമത്തിൽ രാഹു, 10-ൽ കുജൻ, വ്യാഴം, 12-ൽ ആദിത്യൻ. ഇതാണ് ഗ്രഹനില. വിശേഷ കാര്യങ്ങളെ അറിയുവാൻ ഇടയുണ്ടാകും. നിന്ദ്യമായി സംസാരിക്കാതിരിക്കുക. വാതരോഗം, നേത്രരോഗം ഇവ ശ്രദ്ധിക്കണം. അപവാദം കേൾക്കേണ്ട സാഹചര്യങ്ങൾ മാറിക്കിട്ടും. എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ആകും. സൽക്കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടാകും. ധനലാഭം ഉണ്ടാകുമെങ്കിലും പണത്തിന് കുറച്ച് ബുദ്ധിമുട്ടിന് സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി കലഹിക്കേണ്ടതായിട്ട് വരും. ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കണം. സ്ഥാനമാനങ്ങൾ ഉണ്ടാകും. ശയനസുഖം ലഭിക്കും. ദൂരയാത്രകൾ വേണ്ടിവരും. മനോദുഃഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും. മനസ്വസ്ഥത വർദ്ധിക്കും. തൊഴിൽ രംഗത്തുണ്ടാകുന്ന കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും. മംഗളകർമ്മങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദോഷനിവാരണാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ കേതു, 6-ൽ ശനി, 7-ൽ രാഹു, 9-ൽ കുജൻ, വ്യാഴം, 11-ൽ ആദിത്യൻ, 12-ൽ ബുധൻ, ശുക്രൻ. ഇതാണ് ഗ്രഹനില. ദന്തരോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. കലഹവാസന കുറഞ്ഞു തുടങ്ങും. കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടതായിട്ട് വരാം. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാര്യവിജയങ്ങൾ ഉണ്ടാകും. പലവിധ രോഗാരിഷ്ഠതകൾക്കും സാധ്യതയുണ്ട്. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. അസാധ്യം എന്ന് കരുതിയിരുന്ന ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ഭാര്യ ഭർത്താവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. അവർ ആരോഗ്യപരമായിട്ട് തിരിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. ഉദ്യോഗാർത്ഥികൾ കുറച്ചുകൂടി കാത്തിരിക്കണം. ഗവൺമെൻറ് ജോലിക്കാർ സൂക്ഷ്മതയോടുകൂടി പെരുമാറാൻ ശ്രദ്ധിക്കുക. ഇവർ ദോഷനിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും അഷ്ടോത്തരാർച്ചനയും കഴിച്ച് പ്രാർത്ഥിക്കുക. ഇനി തുലാക്കൂറിൽ ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. 5-ൽ ശനി, 6-ൽ രാഹു, അഷ്ടമത്തിൽ കുജൻ, വ്യാഴം, 10-ൽ ആദിത്യൻ, 11-ൽ ബുധൻ, ശുക്രൻ, 12-ൽ കേതു. ഇതാണ് ഗ്രഹനില. പൊതുവെ എല്ലാത്തിനും വിജയം പ്രതീക്ഷിക്കാം. മനസ്വസ്ഥത വർദ്ധിക്കും. ചെയ്യുന്ന പ്രവൃത്തികൾ ഭംഗിയായി ചെയ്യാൻ സാധിക്കും. വ്രണങ്ങൾ, ചൊറിച്ചിൽ, അർശോരോഗം, മുറിവ് ഇവ ശ്രദ്ധിക്കണം. മാനക്ഷയത്തിൽ നിന്ന് കരകയറും. മനസ്സിന് ആഘാതം ഉണ്ടാക്കുന്ന ചില സംഗതികൾ ഉണ്ടാകും. ധനലാഭങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യതടസ്സങ്ങൾ മാറിവരും.
മക്കളെ കൊണ്ട് സന്തോഷമായ അനുഭവങ്ങൾ ഉണ്ടാകും. പാപകർമ്മങ്ങളെ മറച്ചു വെക്കേണ്ടതായിട്ട് വരും. ഇവർ ദോഷനിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.